ഞാൻ എൻ്റെ ആത്മീയ ആചാര്യൻ ശ്രീരാമചന്ദ്ര മിഷൻ്റെ ആചാര്യൻ ചാരി മാസ്റ്ററെ ഏതാണ്ട് 30 വർഷങ്ങൾക്ക് മുന്നേ കണ്ടെത്തി അതോടെ അദ്ദേഹത്തിനൊപ്പമുള്ള പരിശീലനത്തിനിടയിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഒരു പ്രാപ്തനായ ഒരു ഗുരുവിൻ്റെ സഹായമില്ലാതെ ആത്മീയാത്രയുടെ ഫസ്റ്റ് പോയിന്റ് സെക്കൻഡിലേക്ക് പോകാൻ ഏതാണ്ട് 45 വർഷം എടുക്കപ്പെടുമെന്നാണ് പറയപ്പെടുന്നത്. സെക്കൻഡ് പോയിന്റ് തേർഡ് പോയിന്റിലേക്ക് പോകാൻ അതിൻ്റെ ഏതാണ്ട് 5 മടങ്ങ് 225 വർഷം എടുക്കും എന്നാണ് പറയപ്പെട്ടത്. തേർഡ് പോയിന്റിൽ നിന്ന് ഫോർത്ത് പോയിന്റിൽ പോകാൻ അതിൻ്റെ ഏതാണ്ട് 5 മടങ്ങ് 1235 വർഷം എടുക്കും എന്നാണ് പറയപ്പെട്ടത്. ഒരു ആത്മീയ പരിശീലന അന്വേഷകന് ആത്മീയാത്രയ്ക്ക് ഒരു പ്രാപ്തനായ ഗുരു അനിവാര്യമാണ്. ക്രിസ്തു 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ എവിടെയായിരുന്നുവെന്ന് വേദപുസ്തകത്തിലൊന്നും പ്രതിപാദിച്ചിട്ടില്ല. അദ്ദേഹം ഈ കാലഘട്ടങ്ങളിൽ ഇന്ത്യയിൽ വന്നിരുന്നതായിട്ടും ധർമ്മശാലയിലെ ബുദ്ധ സന്യാസിമാരോടൊപ്പം ഒരു ബുദ്ധിസ്റ്റ് മോണസ്ട്രിയിൽ കഴിഞ്ഞിരുന്നതായിട്ടും പറയപ്പെടുന്നു. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 2-ാം വാക്യത്തിലും മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ ക്രിസ്തു 40 ദിവസം തുടർച്ചയായി രാപകൽ ധ്യാനിച്ചിരുന്നതായിട്ട് പറയപ്പെടുന്നു. 40-45 ദിവസം നിരന്തരമായി ധ്യാനിക്കുന്നത് ഒരു വ്യക്തിയുടെ ആത്മീയാത്രയുടെ ആരംഭത്തിന് അനിവാര്യമാണ്. ഓഷോ എഴുതിയിട്ടുള്ള ദ മസ്റ്റാർഡ് സീഡ് എന്ന് പറയുന്ന പുസ്തകം എല്ലാവരും വായിക്കണം. ഗോസ്പൽ ഓഫ് തോമസിൻ്റെ ലേഖനത്തിൽ ഇത് വളരെ വ്യക്തമായിട്ടും എഴുതപ്പെട്ടിട്ടുണ്ട്. 40 ദിവസത്തിലുള്ള 40-45 ദിവസത്തെ ശിബിരം ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ ഇപ്പോൾ നടന്നു വരുന്നു. പരിശീലിക്കാൻ നിങ്ങളെ എല്ലാവരും ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9747751934. താങ്ക് യു.